ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നമുക്കായിരിക്കാൻ ദൈവം കൃപ തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഗലാത്യ ലേഖനത്തിൽ നിന്നും തുടർച്ചയായി നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. 1-ാം അധ്യായത്തിൽ താൻ പ്രസംഗിക്കുന്ന സുവിശേഷം എന്താണെന്നും അതിന്റെ ഉറവിടം എന്താണെന്നും വിവരിച്ചു. ശേഷം 1-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിലെ തന്റെ അനുഭവം അത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീർന്നതും എന്തെന്ന് പൗലോസ് വിശദീകരിച്ചു. 2-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ താൻ യെരുശലേമിലേക്ക് പോയതിനെ പറ്റി പറഞ്ഞു. 14 വർഷങ്ങൾക്ക് ശേഷം, തന്റെ മാനസാന്തരത്തിന് ശേഷം 14 വർഷങ്ങൾക്ക് ശേഷമാണ് പൗലോസ് യെരുശലേമിലേക്ക് പോയത്. താൻ ഒരു വെളിപ്പാട് അനുസരിച്ചാണ് പോയതെന്ന് പൗലോസ് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. എന്തിനാണെന്ന് നമ്മൾ പഠിച്ചു. 11 മുതലുള്ള വാക്യങ്ങളിൽ പോള് പീറ്ററുമായിട്ടുള്ള ഒരു കോൺഫ്രൺട്രേഷൻ ആണ് നമ്മൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. 2 അപ്പോസ്തലന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന മുഖാമുഖമായുള്ള ഒരു സംവാദമാണ് നമുക്ക് കാണുന്നത്. പീറ്ററിനെ പോള് ശകാരിക്കുകയാണ് ചെയ്യുന്നത്. അത് സംഭവിക്കുന്നത് പത്രോസ് അന്ത്യോക്യയിൽ വന്നപ്പോൾ അവിടെ വെച്ച് സംഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ജാതികളിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, യെരുശലേമിൽ നിന്നും ആൾക്കാർ പോവുകയും അന്ത്യോക്യയിൽ വെച്ച് അനേകർ ജാതികളായിരുന്നവർ വിശ്വാസികളാകുകയും ചെയ്തു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അനേകം ജാതികളിൽ നിന്നുള്ളവർ വിശ്വാസികളായി തീർന്നപ്പോൾ നമുക്കറിയാം അന്ത്യോക്യയിൽ വെച്ചാണ് ആദ്യം ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായത്. അനേകർ വിശ്വാസികളായി തീർന്നു എന്ന് കേട്ടപ്പോൾ യഹൂദിയയിൽ നിന്നും അല്ലെങ്കിൽ യെരുശലേമിൽ നിന്നും കുറച്ചു പേർ അത് കാണുവാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ കൂടെ സന്തോഷത്തിൽ പങ്കുചേരുവാനായിട്ട് അന്ത്യോക്യയിൽ എത്തിച്ചേർന്നു. പത്രോസ് കൂടെയുള്ളവരും അവിടെ എത്തി. ആദ്യം പത്രോസ് അവരോട് കൂടെ ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരോട് കൂടെ ആഹാരം കഴിക്കുകയും അപ്പം നുറുക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്തു പോന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ്, എത്ര നാളെ നമുക്കറിയില്ല, കുറച്ച് കഴിഞ്ഞിട്ട് യെരുശലേമിൽ നിന്ന് യാക്കോബിന്റെ അടുക്കൽ നിന്ന് എന്ന് പറഞ്ഞ് ചിലർ വന്നെന്ന് അവിടെ പറയുന്നല്ലേ, വന്ന് കണ്ടപ്പോൾ പത്രോസും കൂട്ടരും തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർത്തിവെക്കുകയാണ് ചെയ്തത് അല്ലെ. അപ്പം അത് ശരിക്കും പത്രോസിനോട് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കുന്നു. അന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതികളിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരും യഹൂദന്മാരിൽ നിന്ന് വിശ്വാസി വന്നവരും ഒരു ഏക ശരീരസ്ഥാനാണ് എന്നുള്ള ഒരു സുവിശേഷ സത്യം അല്ലെ. അപ്പൊ അങ്ങനെ ജാതികളിൽ നിന്നും ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കൂട്ടായ്മ ആചരിച്ചു കൊണ്ടിരുന്ന പത്രോസ് യഹൂദന്മാരെ ഭയന്ന് പിന്മാറി നിന്നു എന്നാ പോളവിടെ പറയുന്നത് കേട്ടെ. അപ്പം നമ്മളവിടെ പറയുന്ന പത്രോസ് ഒരിക്കലും ചെയ്തത് ശരിയായില്ല. ചിലപ്പോൾ അവിടെ തന്നെ പറയുന്നുണ്ട് അത് യഹൂദന്മാരെ ഭയന്നിട്ടാണെന്ന് പറയുന്നു. താനൊരു ലീഡറാണ്, യെരുശലേമിലേക്ക് താൻ തിരിച്ചു പോകേണ്ടതാണ്. അവിടെ ചെല്ലുമ്പോൾ തന്റെ ലീഡർഷിപ്പിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, നമുക്ക് സാധാരണ പറയുമെങ്കിൽ കസേര തെറിക്കുമോ എന്ന് തനിക്കൊരു പേടി ഉണ്ടായിരുന്നായിരിക്കും. അതുകൊണ്ടായിരിക്കും താൻ അങ്ങനെ ചെയ്തത്. ദൈവം ദർശനത്തിൽ 3 പ്രാവശ്യം പത്രോസിനെ കാണിച്ചു കൊടുത്തതാണ്. എന്നിട്ട് പോലും സത്യം അറിയാവുന്ന പത്രോസ് ഒരു അവരുടെ കപടത്താൽ അങ്ങനെ അവരോട് താൻ ചെയ്തു വന്നത് നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പം അത് കണ്ടിട്ട് പോള് പത്രോസിനെ ശകാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ 12 വരെയുള്ള വാക്യങ്ങളായിരുന്നു നാം പഠിച്ചത്. ഇനി 13-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. ഞാൻ 13-ാമത്തെ വാക്യം വായിക്കാം. ശേഷം യഹൂദന്മാരും അവരോട് കൂടെ കപടം കാണിച്ചത് കൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടയായി തീർന്നു. അപ്പം പത്രോസ് മാത്രമല്ല കപടം കാണിച്ചത് അല്ലെ, കൂടെയുള്ള യഹൂദന്മാരും പത്രോസിനോട് കൂടെ വന്നവരായിരിക്കാം. അവരും കപടം കാണിച്ചത് കൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു. ഇംഗ്ലീഷ് പറയുന്ന ജോയിൻഡ് ഹിം ഇൻ ഹിപ്പോക്രസി. ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ കപടഭക്തരും, അഭിനയിക്കുന്നവർ അല്ലെങ്കിൽ അഭിനയം നടിക്കുന്നവർ എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. അഭിനയിക്കുന്നവർ, കപടം കാണിക്കുന്നവർ. കപടഭക്തിക്കാരെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞു നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 6:1 മുതലുള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 6:1 മുതലുള്ള വാക്യങ്ങൾ. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ.
അല്ല ഞാൻ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിന്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളമൂതിക്കരുത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് പ്രതിഫലം തരും. താഴെ നമുക്കെല്ലാം അറിയാവുന്നല്ലോ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ പറയുന്നത് പത്രോസിന് മാത്രമല്ല ഇത് അഫക്റ്റ് ചെയ്തത്, പത്രോസിന്റെ കൂടെ ഉണ്ടായിരുന്ന യഹൂദന്മാരും ചിലരും, അതുപോലെ തന്നെ ബർന്നബാസും അവരുടെ കപടത്താൽ വീണു പോകുവാനായിട്ട് ഇടയായി തീർന്നു. അവരുടെ വലയിലായി നമുക്ക് പറയാനായിട്ട് കഴിയും. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഒരു ലീഡർ തെറ്റിപ്പോയാൽ ആ കൂടെയുള്ളവർ മുഴുവനും തെറ്റിപ്പോകുവാനായിട്ട് ഇടയായി തീരും. The sins of teachers are the teachers of sin എന്ന് നമ്മൾ പറഞ്ഞു. ഉപദേഷ്ടാക്കന്മാരുടെ പാപം എന്ന് പറയുന്ന പാപങ്ങളുടെ ഉപദേഷ്ടാവ് എന്നാണ് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ, അല്ലേ? അപ്പൊ ആ ഒരു ലീഡർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ കൂടെയുള്ളവരെല്ലാം തെറ്റുവാനായിട്ട് ഇടയായി തീരും. ഇത് സാത്താന്റെ വലിയൊരു തന്ത്രമാണ്. ഒരു നേതാവിനെ തെറ്റിച്ചാൽ, ഒരു സാധാരണ ഒരാളെ തെറ്റിച്ചാൽ അവർ മാത്രമേ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോവാനായിട്ട് ഇടയാകത്തുള്ളൂ. പക്ഷെ ഒരു നേതാവിനെ തെറ്റിച്ചാൽ നേതാവ് പറയുന്ന കള്ളമാണെങ്കിലും ശരിയാണെങ്കിലും എല്ലാവരും വിശ്വസിക്കുകയല്ലേ. അതുകൊണ്ട് എല്ലാവരും തെറ്റിപ്പോവാനായിട്ട് ഇടയാകത്തുള്ളൂ. ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഒരു ചെറിയ മരം വീണ് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. വലിയൊരു മരം വീണ് തന്നെ ചുറ്റുമുള്ള മരത്തിനും എല്ലാ അവിടെയുള്ള സറൗണ്ടിങ്സിന് തന്നെ പ്രശ്നമായിട്ട് വരും. അതുകൊണ്ട് ആ ഒരു ആളുടെ പ്രശ്നം മൂലം അനേകർ വഷളാകുവാൻ അല്ലെങ്കിൽ ഇവരുടെ ചതിയിൽ വീഴുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ അവിടെ നമുക്കറിയാം, പുൾപിറ്റുകളിലൊക്കെ ഇപ്പോഴത്തെ കേൾക്കുന്ന പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് അവർ പറയുന്നിടത്ത് എത്രയോ ആയിരങ്ങളാ ഒഴുകി എത്തുന്നല്ലേ. അത് കേൾക്കാൻ വേണ്ടി മാത്രം അവരുടെ കപടത്തില് എന്താ പറയുന്ന മായ പോലെ, അല്ലെങ്കിൽ അവരെ വഷളാക്കി കളഞ്ഞു. സാത്താൻ അവരെ പറ്റിച്ച് അവരുടെ കപട വലയത്തിലാക്കി കളഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഒരിക്കൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഉപദേശത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ, ലീഡേഴ്സിന്റെ തെറ്റിപ്പോയാൽ അല്ലെങ്കിൽ അവർ പാപം ചെയ്താലുള്ള ശിക്ഷ വളരെ അധികമാണ്. കാരണം അതിന് ഒരാൾ തന്നെയല്ല ഈ കപടത്തിൽ വീണു പോകുന്ന, അനേകർ അവരുടെ കപടം മൂലം പോകുവാനായിട്ട് ഇടയായി തീരും. പത്രോസ് തന്നെ പിൽക്കാലത്ത് ഇവരെ പറ്റി പറഞ്ഞ് നമുക്കൊന്ന് വായിക്കാം. 2 പത്രോസ് 2:1 മുതലുള്ള വാക്യങ്ങൾ. 2 പത്രോസ് 2:1 മുതലുള്ള വാക്യങ്ങൾ. 2 പത്രോസ് 2:1. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. പ്രവാചകന്മാരെന്ന് പറയുന്നവര്, കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. അപ്പൊ അവരുടെ ദുഷ്കാമ പ്രവൃത്തികൾ അവർ തന്നെയല്ല, പലരും അനുകരിക്കാനായിട്ട് ഇടയായിത്തീരും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അതുപോലെ തന്നെ 2-ാം അധ്യായത്തിൽ 19 വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. അവരെ കുറിച്ച് പറയുന്ന 19 വാക്യങ്ങൾ. തങ്ങൾ തന്നെ നാശത്തിന്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദാനം ചെയ്യുന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ വഷളായിപ്പോയി. 19 വാക്യം ഒന്നുകൂടെ വായിക്കാം, ശ്രദ്ധിച്ചു കേട്ടാ മതി. തങ്ങൾ തന്നെ നാശത്തിന് അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദാനം ചെയ്യുന്നു. തങ്ങൾ ഓൾറെഡി ആ വലയത്തിലാ, എന്നിട്ടുള്ള അവർ വിശ്വസിക്കുന്നത് എന്തുവാ? അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന്. അപ്പൊ അവരടിമകളായിരിക്കാം, മറ്റുള്ളവർക്കുള്ള സ്വാതന്ത്ര്യത്തെ വാഗ്ദാനം ചെയ്യുന്നു, അല്ലെ? എന്തൊരു വിരോധാഭാസം! അതിന് സ്തോത്രം. അപ്പം ഈ കപടഭക്തിക്കാർ കൃപയുടെ സുവിശേഷക്കാർ എന്ന് പറയുന്നു എങ്കിലും അവരെ
യഹൂദ മതാനുസാരികൾ അല്ലെങ്കിൽ മതാനുസാരികളാണ്, അല്ലെങ്കിൽ നിയമവാദത്തിന്റെ അനുകൂലികളാണ്. അവര് അവരുടെ കപട വലയത്തിൽ പത്രോസ് പോകുവാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെ കൂടെയുള്ള യഹൂദന്മാര് പോകുവാനായിട്ട് ഇടയായി തീർന്നു. ബർന്നബാസും അവരുടെ കപടത്തിൽ പോകുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 14-ാമത്തെ വാക്യം, 2:14. അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും കേൾക്ക കേഫാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നു എങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത് എന്ത്? അവരുടെ പ്രശ്നം എന്തായിരുന്നു? അപ്പൊ നമ്മള് പറയും പത്രോസ് ജാതികളോടുകൂടെ അല്ലെങ്കിൽ ജാതികളിൽ നിന്ന് വിശ്വാസത്തിലോട് വന്നവരോടുകൂടെ കഴിച്ചു പോന്നു. ഇതിലെന്താ പ്രശ്നമല്ലേ? ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ പൗലോസ് ഇവിടെ പറയുന്നത് എന്താ? അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല. ഇതാണ് ഇവിടെ പ്രശ്നം, അല്ലെ? അവർ തിന്നതും കുടിച്ചതും അല്ല പ്രശ്നം. പക്ഷേ ആ പ്രശ്നം അവർ സുവിശേഷത്തെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നത് പത്രോസ് ചെയ്ത കാര്യങ്ങള് എന്താ പറയുന്നേ, പോൾ ഇത് കണ്ടിട്ട് പത്രോസിനെ അങ്ങോട്ട് മാറ്റി നിർത്തി, പത്രോസെ നീ ഇത് ചെയ്തത് ശരിയായില്ല എന്ന് പറയുകയല്ല ചെയ്തത്. എല്ലാവരും കേൾക്കെ പത്രോസിനെ ശകാരിച്ചതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കാരണം എന്താ? അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല. എന്ന് പറഞ്ഞാല് സത്യം അറിയാം, പക്ഷെ സത്യം അനുസരിച്ച് നടക്കുന്നില്ല. അതാണ് കാര്യം. നമ്മൾ പറയുന്ന പോലെ എല്ലാം അറിയാമെങ്കിലും നടപ്പ് ശരിയല്ല, അല്ലെ? അനുസരിക്കുന്നില്ല. അപ്പം നടപ്പ് ശരിയായാൽ മാത്രമേ നമ്മൾ അറിഞ്ഞത് കൊണ്ടും പ്രയോജനമുള്ളൂ. അപ്പം നമ്മൾ സത്യം അറിയാം, പക്ഷെ നമ്മുടെ നടപ്പ് ശരിയല്ല. നമ്മളും ഒന്ന് ചിന്തിച്ചു നോക്കെ, നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ രീതിയിൽ ഇനി മാനസാന്തരപ്പെടാണ്ട്, ഏതൊക്കെ വിധത്തിൽ എത്രയോ കാര്യങ്ങൾ ഇനി മാനസാന്തരപ്പെടാണ്ട്. എല്ലാത്തിനും സത്യം നമുക്കറിയാം, പക്ഷെ നമ്മൾ ആരും ആ ഒരു 100% പോകുന്നില്ല. നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇതുപോലെ ഇരിക്കുക. നമ്മള് പീറ്ററും ചിലപ്പം പറഞ്ഞു കാണും, ഞാൻ ഒരു കാര്യത്തിലല്ല തെറ്റിപ്പോയല്ലോ, അല്ലെ? നമ്മളും അങ്ങനെ നമ്മളെ തന്നെ നോക്കാം, നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ഇനി ശരിയാകാനുണ്ട്. ഓക്കെ, പറഞ്ഞതുപോലെ ഇപ്പം പീറ്റർ വിചാരിച്ചു കാണും, കുഴപ്പമില്ല, ഞാന് അത് വലിയ കാര്യമൊന്നും അല്ലെന്ന് വിചാരിക്കുക, അല്ലെ? എന്തുകൊണ്ടാ പീറ്റർ ഇത് ചെയ്തത്? മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാ, അല്ലെ? ആ യഹൂദന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് എന്താ? യഹൂദ പക്ഷം എന്നല്ലേ പറയുന്നത്, പരീശന്മാർ പക്ഷം എന്നല്ലേ പറഞ്ഞു. ഒരു വലിയൊരു ഒരു കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. അവര് പത്രോസിനെ വേറൊരു സന്ദർഭത്തിൽ ചോദ്യം ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടെ, അല്ലെ? വായിച്ചത്. അപ്പൊ അങ്ങനെ വന്ന സന്ദർഭത്തിൽ പത്രോസ് പേടിച്ചു. അവരെ പേടിച്ചത് കൊണ്ട്, ഭയന്നത് കൊണ്ട് മാത്രമാണ് പത്രോസ് അങ്ങനെ ചെയ്തത്. കാരണം മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പത്രോസ് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരുന്നു. പക്ഷെ ഇവിടെ പൗള് പറയുന്നത് എന്താ? സുവിശേഷത്തിന്റെ സത്യത്തിൽ നിന്നും മാറി. എന്താ സുവിശേഷത്തിന്റെ സത്യം? ക്രിസ്തുവിൽ എല്ലാവരും ഒരേ സ്വതന്ത്രരാണ്, അല്ലെങ്കിൽ ഏക ശരീരസ്ഥരാണ് എന്നുള്ള സത്യം പത്രോസ് മറന്നുപോയി, അല്ലെ? യഹൂദന്മാരിൽ നിന്നും വിശ്വാസത്തിൽ വന്നവരും അതുപോലെ തന്നെ ജാതികളിൽ നിന്നും വിശ്വാസത്തിൽ വന്നവരും എല്ലാം ക്രിസ്തുവിനോട് കൂടെ ഏക ശരീരമാകുന്നു എന്ന സത്യം പത്രോസ് മറന്നുപോയി. ദൈവം ഓൾറെഡി പത്രോസിനോട് പറഞ്ഞതാണ്, ഒന്നല്ല രണ്ടല്ല 3 പ്രാവശ്യം ദർശനത്തിൽ പറഞ്ഞതാണ്. എന്നിട്ട് പോലും പത്രോസിന് സത്യം ശരിക്കും അറിയാതിരുന്നിട്ടും പത്രോസും അതിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ഇടയായി തീർന്നു. ആ സുവിശേഷ സത്യം എന്താന്ന് നമുക്ക് ലേഖനത്തിലൂടെ ഒന്ന് പോയി നോക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം ഒന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 3-ാം വാക്യം. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിന് പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ പൗലോസ് പറയുന്നുണ്ട്. എനിക്ക് ക്രിസ്തുവിൽ ഒരു വലിയൊരു മർമ്മം വെളിവായി വന്നു എന്ന് പറയുന്നുണ്ട്. ആ മർമ്മം എന്താ? ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിന് പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. യഹൂദന്മാർ വിചാരിച്ചിരുന്നു അവരാണ് ദൈവത്തിന്റെ ഏറ്റവും അടുത്ത ആൾക്കാർ, അവർ മാത്രമേ ദൈവത്തിന്റെ മക്കളായിട്ടുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇവിടെ പരിച്ഛേദനക്കാരെയും അഗ്രകർമ്മികളെയും ഒരുപോലെ വിശ്വാസത്താൽ നീതീകരിക്കുന്ന ഒരു ദൈവത്തിന്റെ സത്യമാണ് ഇത്. ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും ആകും എന്നുള്ള ഒരു വാഗ്ദത്തം.
1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലും നാം വായിക്കുന്നുണ്ടല്ലോ. 12-ന്റെ 12ഉം 13ഉം ഞാൻ വായിക്കാം. 1 കൊരിന്ത്യർ 12-ന്റെ 12ഉം 13ഉം. ശരീരം ഒന്നും അതിനവയവം പലതും, ശരീരത്തിന് അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെയാവുന്നു ക്രിസ്തു. നമ്മുടെ ശരീരത്തിൽ നോക്കിയാൽ പല അവയവങ്ങളുണ്ട്. പക്ഷെ ഓരോ അവയവം വേറെ വേറെ പ്രവർത്തനമാണെങ്കിൽ തന്നെയും അത് മാറി മാറി നിന്നല്ലല്ലോ പ്രവർത്തിക്കുന്നത്. എല്ലാം ഒരുമിച്ച് കൂടി ഒരു ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് പോലെ ശരീരം ഒന്നും അതിന് അവയവം പലതും. ശരീരത്തിന് പല അവയവങ്ങളുണ്ട്. ശരീരത്തിന്റെ അവയവം പലതായിരിക്കും എല്ലാം ഒരു ശരീരമാകുന്നു. ആരെയും മാറ്റി നിർത്താനൊക്കത്തില്ല അല്ലേ? ഇവിടെ പറയുന്നുണ്ട്, ഞാൻ കൈ അല്ലായകൊണ്ട് ഞാൻ ശരീരത്തിനുള്ളതല്ല. അന്ന് കാൽ പറഞ്ഞാൽ അത് ശരീരത്തിനുള്ളതല്ലാതിരി ആകെയില്ല എന്ന് പറയുന്നുണ്ടല്ലേ. ഞാൻ കണ്ണല്ലായകൊണ്ട് ഞാൻ ശരീരത്തിനുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ ഞാൻ അത് ശരീരത്തിനുള്ളതല്ല എന്ന് വരികയില്ല. എല്ലാം ശരീരത്തിനുള്ളതാണ് അല്ലേ. അതുകൊണ്ട് ക്രിസ്തുവിൽ എല്ലാവരും ഏക ശരീരസ്ഥാണ്. അത് യഹൂദന്മാരോ, 13-ാമത്തെ വാക്യം നോക്കിയേ, യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. അത് യഹൂദനൊന്നുമില്ല, യവനൊന്നുമില്ല, ആണെന്നുമില്ല, പെണ്ണെന്നുമില്ല, സ്വതന്ത്രനൊന്നുമില്ല, ദാസനൊന്നുമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒരു ശരീരമാകുന്നു. അങ്ങനെ ഈ സത്യം അറിയാവുന്ന പത്രോസ്, അത് തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസ് അത് ചെയ്തു. എങ്കിലും യഹൂദന്മാർ വന്നപ്പോൾ യഹൂദന്മാരെ ഭയന്ന് താൻ അതിൽ നിന്ന് പിന്മാറി നിൽക്കുകയാണ് ചെയ്തത്. അപ്പം ഈ പത്രോസ് ഇത് ചെയ്തത് മൂലം പ്രശ്നം എന്താ ഉണ്ടായത്? ഇപ്പം കുറച്ചു പേര് മാറിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു. അത് തന്നെയല്ല, ഇപ്പം ജാതികളുടെ കാര്യം ഒന്ന് ചിന്തിച്ചത്. അവരോടുകൂടെ പത്രോസും പൗലോസും കൂടെ ഉള്ളവരെല്ലാം ആ കൂട്ടായ്മ ആചരിച്ചു പോകുന്നു. ഒരേ പാർട്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അവരെല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ ചർച്ചിൽ കൂട്ടായ്മ ആചരിച്ച് അവ കൂടി വരുമ്പോൾ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുകയൊക്കെ ചെയ്തിട്ട് ഇപ്പം പത്രോസ് മാറി നിൽക്കുമ്പോ എന്ന് ആലോചിച്ച് നോക്കിയേ. ആ പത്രോസ് പറയുന്നത് ജാതികൾ വേറെ എവിടെയോ ഉള്ളവരാ അല്ലേ. അത് ഞങ്ങൾക്ക് അവരുമായി ഒരു കൂട്ടായ്മയില്ല, നിങ്ങൾ വേറെയാണ് അല്ലെ. അങ്ങനെ ഒരു ചിന്ത. ഇതുവരെ അവരോടുകൂടെ കൂട്ടായ്മ അനുസരിച്ച് ഇപ്പൊ കുറച്ചു പേര് ഒരു കൂട്ടായിട്ട് ഇങ്ങനെ നടക്കുമ്പം ഒരു ആളെ അങ്ങ് മാറ്റി നിർത്തിയാലോ എന്ന് ആലോചിച്ച് നോക്കി. അവരുടെ ആ ഒരു ഇതുവരെയും കൂടി കൂട്ടത്തിൽ കൂടെ നടന്നേച്ച് ഒരു വിഭാഗം ആൾക്കാരല്ലേ ഒരാളെ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയാൽ അവരുടെ മനസ്സെന്തായിരിക്കും? അതാണ് ഇപ്പം ജാതികളുടെ. കാരണം ഇതുപോലെ പോളും ബർന്നബാസും എല്ലാം ബർന്നബാസും കൂടെ ഉള്ളവരെല്ലാം അവരോട് സുവിശേഷം അറിയിച്ചു, അവരോടുകൂടെ കൂട്ടായ്മ ആചരിച്ചു, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇപ്പോൾ പത്രോസ് വന്നു കഴിഞ്ഞപ്പോൾ പത്രോസും അവരോടുകൂടെ കൂട്ടായ്മ ആചരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോ ഇവരെല്ലാരും അങ്ങ് മാറി നിന്നു. ഇവരെ സെപ്പറേറ്റഡ് ആക്കി. അവരെ ഒരുമാതിരി എന്താ പറയുക, അവരെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ആയിപ്പോയി. അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടായി തീർന്നു. കാരണം രക്ഷയ്ക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം മതി എന്ന് പ്രസംഗിക്കുകയും അവര് വിശ്വസിക്കുകയും അങ്ങനെ അവർ ക്രിസ്തുവേശുവിൽ വരികയും ചെയ്തപ്പോൾ ഇനിയിപ്പം ജാതികളെ യഹൂദ മര്യാദ പിന്തുടരുവാൻ പത്രോസ് പരോക്ഷമായി പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നത് അല്ലേ. കാരണം ഞങ്ങൾക്ക് വിശ്വാസം മാത്രമെന്ന് വിശ്വസിച്ചിട്ട് ഇപ്പൊ ഇവരിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ അവരെ യഹൂദ മര്യാദ അനുസരിപ്പാൻ പത്രോസ് അവരെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. നേരിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ജാതികളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ നിരസിച്ചതുപോലെ ഈ ന്യായപ്രമാണം ആചരിക്കാനുള്ള ഒരു പത്രോസ് പറയുന്ന എന്താ, ന്യായപ്രമാണം ആചരിക്കുന്ന വിശുദ്ധിക്ക് അനിവാര്യമാണെന്നാണ് അല്ലേ. അപ്പൊ ഇതുവരെ കുറച്ച് നാള് അവരോടുകൂടെ എന്താ പറഞ്ഞ ഭക്ഷണം കഴിക്കുകയൊക്കെ കൂട്ടായ്മയൊക്കെ ആചരിക്കുക മൂലം പത്രോസ് പറഞ്ഞു കുഴപ്പമില്ല, എല്ലാവരും ഒരുപോലെയാണെന്ന്. പക്ഷെ എവിടെ നിന്ന് മാറി നിന്നപ്പോ എന്താ പറയുന്നേ, യഹൂദന്മാരാണ് വലിയ ആൾക്കാര്, ഈ ജാതികൾ ക്രിസ്ത്യ മതത്തിലേക്ക് വരണമെങ്കിൽ അവര് വേറെ കുറെ കാര്യങ്ങളും കൂടെ ചെയ്യണം. അങ്ങനെയല്ലേ അവിടെയൊക്കെ ഉണ്ടായിരുന്നത്. യഹൂദന്മാരിൽ നിന്ന് വന്നവര് ഈ യഹൂദ മതാനുസാരികൾ പറഞ്ഞിരുന്നത് ജാതികളിൽ നിന്ന് വന്നവർ വിശ്വാസം മാത്രം പോരാ, അവരാദ്യം യഹൂദരായതിനു ശേഷം വേണം ക്രിസ്ത്യാനികളാകണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പം പത്രോസ് അറിഞ്ഞോ അറിയാതെയോ അവർക്ക് കൂട്ടായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്നിട്ട് നമ്മൾ കാണുന്നത് എല്ലാവരും കേൾക്കെ പത്രോസിനോട് പറഞ്ഞത്. അപ്പോഴും പീറ്ററിന്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ.
എല്ലാവരും കേൾക്കെ പത്രോസിനോട് പറഞ്ഞു. പീറ്റർ വലിയൊരു ലീഡർ, യെരുശലേമിൽ നിന്നും ജാതികൾ യെരുശലേമിൽ നിന്നും അയച്ച സംഘത്തിന്റെ ലീഡർ, അതുപോലെ തന്നെ ജാതികൾ വിശ്വാസത്തിലേക്ക് വന്നു എന്ന് കേട്ട് കാണാനായിട്ട് വലിയ ലീഡർ വരിക അല്ലേ. അപ്പം ആ ഒരു ലീഡർ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിതനാകുകയാണ് ചെയ്യുന്നത്. അതും നോക്കിക്കഴിഞ്ഞാൽ പോളാരാ, ഒരു ചെറിയ ലീഡർ, സഭയെ ഉപദ്രവിച്ച് നടന്നവൻ, ഏറ്റവും ചെറിയവനായ പോള്. അന്ന് താൻ മിഷണറി യാത്രയൊന്നും ആരംഭിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ഒരാള് പത്രോസിനോട് മുഖാമുഖമായി പരസ്യമായിട്ട് എതിർത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പത്രോസിന് ശരിക്കും ദേഷ്യമൊക്കെ വന്ന് കാണും. പക്ഷെ നമുക്കതൊന്നും ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നില്ല. പത്രോസ് അത് കേട്ടതും വീണ്ടും മാനസാന്തരപ്പെട്ടതുമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, പത്രോസ് എത്ര വലിയ ലീഡർ ആണെന്നോ, പത്രോസ് ആരാണെന്നോ, പിന്നെ പോള് താൻ ആരാണെന്നോ ഒന്നും നോക്കിയില്ല. താൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനാണ്. സുവിശേഷത്തിന്റെ സത്യമാണ് തനിക്ക് പ്രധാനം, തനിക്ക് വേറൊന്നും പ്രധാനമായിരുന്നില്ല. അവർ സുവിശേഷന്റെ സത്യം അനുസരിച്ച് ചൊവ്വേ നടക്കുന്നില്ല എന്ന് കണ്ടിട്ട്, നേരെ നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് എല്ലാവരും കേൾക്കെ പത്രോസിനെ ശകാരിക്കുകയാണ് ചെയ്തത്. അപ്പം ഒന്നും നോക്കിയില്ല. ക്രിസ്തുവിന്റെ സുവിശേഷമായിരുന്നു പോളിന് പ്രധാനം. മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനല്ല താൻ ശ്രമിച്ചത്, ദൈവത്തെ പ്രസാദിപ്പിക്കാനായിരുന്നു താൻ ചെയ്തത്. അത് പത്രോസ് ആണെന്നോ വേറെ ആരാണെന്നോ ബർന്നബാസ് ആണെന്നോ ആരും നോക്കിയില്ല. ആരെയും നോക്കിയില്ല, ക്രിസ്തുവിനെ മാത്രം നോക്കിയാണ് പൗലോസ് പത്രോസിനെ ശകാരിക്കാനായിട്ട് ഇടയായി തീർന്നത്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് പത്രോസിനെ മാറ്റി നിർത്തി പൗലോസ് പറയാതിരുന്നത്? പബ്ലിക്കലിയാ പറഞ്ഞല്ലേ, നേരിട്ട് നേരെ എല്ലാവരും കേൾക്കുകയാ പറഞ്ഞത്. കാരണം എന്താ കാര്യം? പത്രോസ് തന്നെയല്ല തെറ്റ് ചെയ്തത് അല്ലേ, കൂടെയുള്ള യഹൂദന്മാര് ചെയ്തു, ബർന്നബാസ് ചെയ്തു. ബർന്നബാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്രോസിനെ അന്ത്യോക്യയിലേക്ക് കൊണ്ടുവന്നത് പോലും ബർന്നബാസ് ആയിരുന്നു അല്ലേ. ആ പത്രോസ് താൻ മനസാന്തരപ്പെട്ടതിന് ശേഷം തൻ്റെതായ രീതികളിലൊക്കെ അവിടെ ഇവിടെ സുവിശേഷമൊക്കെ അറിയിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഇവിടെ നമ്മൾ വചനത്തിൽ കാണുന്ന, അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്ന, താൻ തർസോസിലേക്ക് പോയി പോളിനെ കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു എന്നാ പറഞ്ഞല്ലേ. എന്നിട്ട് അന്ത്യോക്യയിലേക്ക് വന്നു. അപ്പൊ അവിടെ വന്നിട്ട് പിന്നെ ജാതികളോട് സുവിശേഷം അറിയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പൗലോസിനെ കൂട്ടിക്കൊണ്ട് വന്നയാള് ഈ പത്രോസിന്റെയും കൂടെയുള്ളവരുടെയും കപടത്തിൽ മാറിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ആ ഒരു ലീഡറിന്റെ മാറ്റം, ഒരു ലീഡർ മാറിയത് കൊണ്ട് അല്ലെങ്കിൽ തെറ്റ് ചെയ്തുകൊണ്ട് അനേകർ അതിന് വശം വതരാകുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ടാണ് ലീഡറിനോട് മാത്രം പറയാതെ എല്ലാവരും കേൾക്കെ പോള് പീറ്ററിനെ ശകാരിച്ചത്. തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നത് നമുക്കൊന്ന് നോക്കാം. 1 തീമോഥെയോസ് 5:20 എന്ന് വായിക്കാം. പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്കാം. അപ്പം പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്കാം. അപ്പം നമുക്ക് ആദിമസഭയിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കാണുവാനായിട്ട് കഴിയും. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ഏതാ? ആദിമസഭയിൽ ആദ്യം സഭയൊക്കെ കൂടി വരുന്ന സമയത്ത് അനന്യാസിന്റെയും സഫീറയുടെയും കഥ നമുക്ക് ഓർമ്മയുണ്ടല്ലേ. അപ്പം അന്ന് ആരായിരുന്നു ലീഡർ? പത്രോസ് ആയിരുന്നു ലീഡർ. എല്ലാവരും കേൾക്കി അവരോട് പറഞ്ഞതല്ലേ. അത് എന്തിനു വേണ്ടിയാ? മറ്റുള്ളവർക്കും ഭയം വരുന്നതിന്. ആദിമസഭയിൽ നമുക്കറിയാം, എല്ലാവരും തങ്ങളുടെ സ്ഥലമൊക്കെയും വിറ്റ് തങ്ങളുടെ ധനമൊക്കെ കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കുകയാണ് ചെയ്തത്. എങ്കിൽ എത്രയോ പേര് തങ്ങളുടെ ധനം വിറ്റ് ശരിക്കും അപ്പോസ്തലന്മാർക്ക് കൊടുക്കാതെ പോയി കാണും. യെരുശലേമിൽ എത്രയോ പേര് അങ്ങനെ ആയി കാണും. പക്ഷെ അനന്യാസും സഫീറയും അവര് എന്തുവാ ചെയ്ത? കളവ് പറഞ്ഞല്ലേ. കളവ് പറഞ്ഞത് മാത്രമാണ് അവർ ചെയ്ത തെറ്റ്. പക്ഷെ അവർ കൊടുത്തില്ലായിരുന്നാലും കുഴപ്പമില്ലായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ പത്രോസ് പറയുന്നത് പരിശുദ്ധാത്മാവിനോട് കളവ് ചെയ്തെന്നാ പറഞ്ഞത്. അപ്പൊ അത് എന്തിനാ ചെയ്തത്? അങ്ങനെ രണ്ടുപേരും മരിച്ചു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാ? മറ്റുള്ളവർക്കും ഭയത്തിനു വേണ്ടിയിട്ട് ആരും ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്
അതുകൊണ്ടായിരിക്കാം. കാരണം ഒരു ലീഡർ തെറ്റിപ്പോയാൽ മറ്റുള്ളവരെല്ലാം തെറ്റിപ്പോകും. മറ്റുള്ളവർക്കും ഭയത്തിനാ. ഇനി അങ്ങനെ ആരും ചെയ്യരുത് എന്നതുകൊണ്ടാണ് പത്രോസിനെ എല്ലാവരും കേൾക്കെ, അല്ലെങ്കിൽ വിളിച്ചു മാറ്റി നിർത്ത പത്രോസിനോട് പറയാമായിരുന്നു. എല്ലാവരും കേൾക്കെ പത്രോസിനെ ശകാരിക്കാൻ ഇടയായി തീർന്നത് മറ്റുള്ളവരും അങ്ങനെ ഇനി ചെയ്യാതിരിക്കാൻ വേണ്ടി ആണ്. ഓക്കെ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് യഹൂദ, ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കാമേ, സോറി. അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നു എങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നു എന്ന്. അപ്പൊ ഇപ്പോൾ പത്രോസ് യഹൂദന്മാരുടെ മര്യാദ അനുസരിച്ചാണോ ജീവിക്കുന്നത്? യഹൂദനാണ്, യഹൂദൻ ക്രിസ്ത്യാനിയായിട്ട് വന്നവനാണ്. പക്ഷെ യഹൂദ മര്യാദ പ്രകാരമല്ല ഒരിക്കലും ജീവിക്കുന്നത്. കാരണം ക്രിസ്തുവിൽ എല്ലാവരും ഏക ശരീരസ്ഥരാണെന്ന് വിശ്വസിക്കുകയും അത് തന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്ന പത്രോസ് അങ്ങനെയല്ല ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നീ എന്തിനാ ജാതികളെ യഹൂദ മര്യാദ പ്രകാരം ജീവിക്കാൻ അല്ല ചെയ്യുവാനായിട്ട് അനുവദിക്കുന്ന, അല്ലെങ്കിൽ അവരെ നിർബന്ധിക്കുന്ന എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. കാരണം യഹൂദന് പല കാര്യങ്ങളും നിഷിദ്ധമാണ്, അല്ലേ? അപ്പം ഇവിടെ പത്രോസ് എന്തോ ചെയ്ത, ജാതികളോട് ആഹാരം കഴിക്കുന്ന പോലെ അവര് ചിലപ്പോൾ യഹൂദന് നിഷിദ്ധമായ ആഹാരം പന്നി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യഹൂദന് നിഷിദ്ധമാണ്. അപ്പം ജാതികളിൽ നിന്ന് വന്നവർ അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പത്രോസും അവരുടെ കൂടെ കഴിച്ചു പോയിരുന്നു. ചിലപ്പോൾ പത്രോസിനോട് പറഞ്ഞു കാണും, നീ അവരുടെ കൂടെ ഇരുന്ന് ഹാമ് കഴിക്കുന്നതും പിന്നെ ബേക്കൻ കഴിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞു കാണും, അല്ലേ? അപ്പൊ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന പത്രോസ്, അങ്ങനെയാകുമ്പോൾ പത്രോസ് യഹൂദ മര്യാദ പ്രകാരമാണ് ജീവിക്കുക. അല്ലെങ്കിൽ തന്നെയും പത്രോസ് യഹൂദ മര്യാദ പ്രകാരമല്ല ജീവിക്കുന്നത്. ഇപ്പൊ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ല പത്രോസ് ജീവിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നിർത്തിയത് മൂലം പൗലോസ് പറയാണ്, ഈ സുവിശേഷം സത്യം തെറ്റിപ്പോയി. കാരണം നീ ഇപ്പൊ യഹൂദ മര്യാദ പ്രകാരമല്ല ജീവിക്കുന്നത്, പക്ഷെ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പിക്കാൻ നീ നിർബന്ധിക്കും. നീ പരസ്യമായിട്ട് അല്ലെങ്കിൽ തന്നെ, നീ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ തന്നെ നീ പരോക്ഷമായി അവരെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും സന്തോഷത്തോടു കൂടെ വന്നിരുന്ന ഒരു പാർട്ടി പത്രോസ് അലങ്കോലമാക്കി, ഇല്ലയോ? അപ്പൊ അതുപോലെ പൗലോസിന്റെ ശകാരവും എല്ലാവരും ഭയം ജനിപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. നല്ലൊരു പാർട്ടി പത്രോസും കലക്കി, പൗലോസും കലക്കി. പക്ഷെ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട്, കാരണം സുവിശേഷത്തിന്റെ സത്യമാണ് ഏറ്റവും വലുത്. അത് എല്ലാ കാലത്തും ഒന്നേ ഉള്ളൂ, ഇന്നും നാളെയും പണ്ടും അത് എല്ലാം ഒരു സത്യം മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് ആരും മാറിപ്പോകുവാനായിട്ട് ഇടയായി തീരരുത്. ഇനി നമ്മള് അവിടെ പറയാണ്, നീ ഇപ്പോൾ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചൊന്നുമല്ലല്ലോ നടക്കുന്നത്, ജാതീയ മര്യാദ പ്രകാരമാണ് നീ ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിച്ച് നടത്തുവാൻ എങ്ങനെയാ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത് എന്ത്? നമ്മള് അപ്പോസ്തല പ്രവൃത്തികൾ 10:28 നമ്മള് കാണുന്നുണ്ട്. കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ പത്രോസ് പറയുകയാണ് ചെയ്യുന്നത്, ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് മലിനമോ, ഞാൻ ഒന്ന് വായിക്കാം, മനുഷ്യനെയും എങ്കിലും ഒരു മനുഷ്യനെയും മലിനമോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. പറയുകയല്ല ദൈവം ചെയ്ത് കാണിച്ചു തന്നിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 10:28. അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ജാതികളായ, ഇപ്പൊ കൊർന്നല്യോസിന്റെ വീട്ടിലോട്ട് ചെല്ലുക, ആ ജാതികളായ അവരോട് നേരിട്ടങ്ങ് പറയുക, ഞാൻ യഹൂദന് നിഷിദ്ധമെന്ന് അറിയുന്നുവല്ലോ, എങ്കിലും ഒരു മനുഷ്യനെയോ മലിനമോ അശുദ്ധമോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞ പത്രോസ് ഇപ്പോ ശരിക്കും താൻ ആ സുവിശേഷത്തിന്റെ സത്യത്തിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ഇടയായി തീർന്നു. POC ബൈബിൾ പറയുന്നത് നമുക്കൊന്ന് വായിക്കാം. യഹൂദന്മാരെ പോലെ ജീവിക്കാൻ വിജാതീയരെ നീ പ്രേരിപ്പിക്കുന്ന എന്തിന്? കാരണം അവരോടുകൂടെ ആഹാരം കഴിച്ചു കൊണ്ടിരുന്ന പത്രോസ് അവരോടുകൂടെ കഴിക്കാതിരിക്കുന്ന മൂലം ആ യഹൂദ മര്യാദ അനുസരിപ്പാൻ, അല്ലെ യഹൂദന്മാരെ പോലെ ജീവിക്കണമെന്ന് അവരെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പോൾ പറയുകയാണ് ചെയ്യുന്നത്. നിനക്കിത് എങ്ങനെയാണ് സാധിക്കുന്നത്?
യഹൂദ മതാനുസാരികൾ പറഞ്ഞ മോശയുടെ ന്യായപ്രമാണത്തെ ചില സത്യങ്ങളും കൂടെ അനുസരിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുമ്പോൾ ഇവിടെ പത്രോസ് പരോക്ഷമായിട്ടും അവരോട് പറയുകയാണ്, നിങ്ങളും അങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങൾ യഹൂദ മര്യാദ പ്രകാരം അനുസരിച്ച് ജീവിക്കണം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം രക്ഷയ്ക്ക് ക്രിസ്തുവുള്ള വിശ്വാസം മാത്രം പോരാ, വേറെ മറ്റു അനുസരിക്കണം എന്ന് പരോക്ഷമായി പത്രോസ് പറയണം. അതാണ് സുവിശേഷത്തിന്റെ സത്യത്തിൽ നിന്ന് തെറ്റിപ്പോകാനായിട്ട് ഇടയായി തീർന്നത് എന്ന് പറയുന്നത്. കാരണം ഒരാൾ തെറ്റിപ്പോയാൽ മുഴുവനും എല്ലാവരും തെറ്റിപ്പോകാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് എല്ലാവരും പരസ്യമായിട്ട് മറ്റുള്ളവർക്ക് ഭയത്തിന് വേണ്ടി ആരും ഇനി ഇങ്ങനെ കാണിക്കരുതെന്ന് അല്ല, ആരും ഇങ്ങനെ കാണിക്കല്ല. പീറ്റർ ഇനിയും കാണിക്കരുത്. കാരണം പീറ്റർ ലീഡറാണ്. ഇപ്പോൾ ഈ സ്ഥലത്ത് ചെയ്തെങ്കിൽ അടുത്ത സ്ഥലത്ത് പീറ്റർ പോയി ഇതുപോലെ ചെയ്യാം അല്ലേ? അങ്ങനെ ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ നിശ്ചയിച്ചിട്ടാണ് പോള് അങ്ങനെ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് പത്രോസിനെ എല്ലാവരും കേൾക്കെ ശകാരിച്ചു. അപ്പൊ ആഹാരം കഴിച്ചതല്ല പ്രശ്നം, സുവിശേഷത്തിന്റെ സത്യത്തിൽ നിന്ന് മാറിപ്പോയതാണ് പ്രശ്നം. ഓക്കെ, നമുക്ക് 15-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 15-ാമത്തെ വാക്യം, നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല, യഹൂദന്മാരത്രേ. പൗലോസ് പത്രോസിനോട് പറയുകയാണ്, നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല, യഹൂദന്മാർ അത്രേ. 15ഉം 16ഉം വാക്യങ്ങളിലെ പത്രോസ് പീറ്ററിനോട് പറയുകയാണ്, ദൈവത്തിന്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുന്ന ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ അനുസരിക്കുന്നതിലൂടെ അല്ല, ക്രിസ്തുവിലെ വിശ്വാസത്താൽ മാത്രമാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്ന പൗലോസിനെ വീണ്ടും ഒന്ന് എന്താ പറയുന്നത്, ഒന്നുകൂടെ ഉറപ്പിക്കുക അല്ലെ, ഒന്നുകൂടെ സത്യം പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. നീ ചെയ്യുന്നത് ശരിയല്ല, നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കാസ്റ്റിക് കമന്റ് ആണ് അല്ലേ പറയുന്നത്. നമ്മള് പാപികളിൽ നിന്നുള്ള ജാതികളിൽ നിന്നുള്ള പാപികളൊന്നും അല്ല, നാം യഹൂദന്മാരിൽ നിന്നുള്ള പാപികളായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. യഹൂദരെന്ന് പറയുന്നത് അവർ ദൈവത്തിന്റെ ജനം, അവർ വിശുദ്ധരാണ്, ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നതെന്നാ പറയുന്നത് അല്ലേ. റോമാലേഖനത്തിൽ പൗലോസ് അവരെ പറ്റി പറയുന്നത് നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 2-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങള്. എന്തുകൊണ്ടാ പൗലോസ് അങ്ങനെ പറയാൻ കാരണം പൗലോസിന് കൂടുതലായിട്ട് അറിയാം. താനെ ന്യായപ്രമാണം സംബന്ധിച്ച് അനീന്യൻ എന്നൊക്കെ പറയുന്ന യഹൂദനായ മനുഷ്യൻ തന്നെ പറയാം, താൻ എങ്ങനെയാണോ ഇത് ചെയ്തുകൊണ്ടിരുന്നത്, താൻ യഹൂദനായിരുന്നു, ആ ദൈവത്തിൽ പ്രശംസിക്കുക ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുകയൊക്കെ ചെയ്യുന്ന ആൾ തന്റെ അനുഭവമാണ് അവിടെ പറയുന്നത്. യഹൂദന്മാരെ പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം യഹൂദന്മാർ ആരാണെന്ന്. റോമർ 2:17 മുതലുള്ള വാക്യങ്ങൾ. നീയോ യഹൂദൻ എന്ന പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കിയാൽ അവന്റെ ഇഷ്ടം അറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചത് കൊണ്ട് നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചിരിക്കുന്നു എങ്കിൽ അന്യനെ ഉപദേശിക്കുന്നവനെ നീ നിന്നെ തന്നെ ഉപദേശിക്കാത്ത എന്ത്? മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർ ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നു. നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ സൂക്ഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പുറമേ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിശോധനയുമല്ല. അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവുള്ള ഹൃദയ പരിശോധന അത്രേ പരിശോധന. അവന് മനുഷ്യരല്ല, ദൈവത്തിൽ തന്നെ പോകാൻ. അപ്പം അക്ഷരവും ഉണ്ട്, പുറമേയുള്ള പരിച്ഛേദനയും ഉണ്ട്. പക്ഷെ അകത്ത് ഇതുവരെയും പരിച്ഛേദന വന്നിട്ടില്ല, മാനസാന്തരം വന്നിട്ടില്ല. കാരണം എല്ലാ യഹൂദന്മാർ പറയുന്നത് ഞങ്ങൾ വിശുദ്ധനാണ്, ഞങ്ങൾ ദൈവത്തിന്റെ ജനമാണ് എന്നാണ് പറയുന്നത്. അപ്പം പൗലോസ് പറയുകയാണ് പത്രോസിനോട്, അങ്ങനെയല്ല, എല്ലാവരും യേശുവിലെ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ഇതെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്ന പത്രോസ് ഇവിടെ വന്നപ്പോൾ യഹൂദന്മാരെ ഭയന്ന് ഇതെല്ലാം അങ്ങ് മറന്നുപോയി. ഞാൻ ഇതുവരെ ഒന്നും അറിഞ്ഞേ ഇല്ല എന്നുള്ള ഭാവത്തിൽ ആയിപ്പോയി. ഇനി ജാതികളിൽ നിന്നുള്ള പാപികൾ എന്ന് പറയുമ്പോൾ ആ പ്രയോഗം നമ്മൾ കാണുന്നത്, ജാതികൾക്ക് യഹൂദന്മാരെ പോലെ വലിയ പ്രമാണങ്ങളൊന്നുമില്ല ദൈവത്തിലേക്ക് വരുവാനായിട്ട് അല്ലെ. യഹൂദന്മാർക്ക് വാഗ്ദത്തങ്ങളുണ്ട്, പ്രമാണങ്ങളും ഉണ്ട്. അതുകൊണ്ട് അവര് പറയും
ഞങ്ങളാണ് ദൈവത്തിന്റെ അടുത്ത ജനം. ഞങ്ങൾക്ക് പൗലോസ് യഹൂദന്മാരെ കുറിച്ച് പറയുന്ന അവർക്ക് പുത്രത്വവും തേജസ്സും ആരാധനയും നിയമങ്ങളും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ തന്നെ, പിതാക്കന്മാരെയും അവർക്കുള്ളവ തന്നെ. ക്രിസ്തു അവർ ജഡപ്രകാരം ക്രിസ്തു അവരിൽ നിന്നാ ഉത്ഭവിച്ച യഹൂദന്മാർ വലിയ ആൾക്കാരാ അല്ലേ? പക്ഷെ അവര് പറയുന്നത് ഞങ്ങൾ ദൈവത്തിന്റെ ജനമാണ്. അപ്പൊ അവരുടെ ചിന്തയിലെന്ന് പറഞ്ഞ പാപികൾ ജാതികളായവർക്ക് ഈ ന്യായപ്രമാണവും വാഗ്ദത്തങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ ഒരിക്കലും ദൈവസന്നിധിയിൽ അവർക്ക് മാനസാന്തരപ്പെടാൻ വഴികളില്ല എന്നാണ് ജാതികളെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഒരിക്കലും ദൈവസന്നിധിയിൽ വരുവാനൊക്കത്തില്ല. ഇവർക്ക് നിയമങ്ങളുണ്ട്, വാഗ്ദത്തങ്ങളുണ്ട്, പിതാക്കന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് അവരെല്ലാവരും ദൈവത്തിന്റെ അടുത്ത ആൾക്കാരാണ്, അവര് വിശുദ്ധരാണ്. ജാതികൾ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു തരത്തിലും ദൈവത്തെങ്കിലേക്ക് വരാനൊക്കത്തില്ല. അവർക്ക് ഒരു നിയമവും ഇല്ല, അവർക്ക് ഒരു കാര്യവും ഇല്ല. അതുകൊണ്ട് അവരെ ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് വരുവാനൊക്കത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ ആ ഒരു പ്രയോഗം പറഞ്ഞേക്കുന്നത്, ജാതികളിൽ നിന്നുള്ള പാപികൾ, ജാതികൾക്ക് ഒരിക്കലും ദൈവസന്നിധിയിൽ വരുവാൻ കഴിയുകയില്ല എന്നാണ് യഹൂദന്മാർ കരുതിയിരുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞത്. അപ്പം നമ്മള് ജാതികളിൽ നിന്ന് പാപികളല്ല, നമ്മൾ യഹൂദന്മാരത്രേ എന്നാണ് അവിടെ പറയുന്നത്. നമുക്ക് അടുത്ത വാക്യം കൂടെ വായിക്കുമ്പോൾ നമുക്കതൊന്ന് മനസ്സിലാകും. ഓക്കെ, 16-ാമത്തെ വാക്യം. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. വിശ്വാസത്താലുള്ള, ഞാൻ പറഞ്ഞ പോലെ വിശ്വാസത്താലുള്ള നീതീകരണത്തെ പറ്റി പൗലോസ് പത്രോസിന് പറഞ്ഞു കൊടുക്കുക. ഇതുവരെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന പത്രോസ് അല്ലെ, സുവിശേഷം ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലെ പരിശുദ്ധാത്മാവിന്റെ അവർക്കുണ്ടായ അനുഭവങ്ങളെ കഴിഞ്ഞൊക്കെ പത്രോസിന്റെ പ്രസംഗത്തിലുള്ള അനേകായിരങ്ങൾ അല്ലെ, 3000 പേര്, 5000 പേര്, പിന്നെ എണ്ണിക്കൂടാത്ത ഒരു ജനം സഭയോട് ചേർന്ന പത്രോസിന്റെ പ്രസംഗത്തിൽ ഇതെല്ലാം സംഭവിച്ചത്. എന്നിട്ട് അത് വിശ്വാസമുള്ള നീതീകരണം മാത്രം പ്രസംഗിച്ചത്, വേറൊന്നും പ്രസംഗിച്ചതല്ല. പക്ഷെ ഇപ്പം പൗലോസ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വിശ്വാസമുള്ള നീതീകരണത്തെ പറ്റി മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പറയുന്നത്, എന്നാൽ യേശുക്രിസ്തുവുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുന്നുണ്ട്. നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളല്ല, ക്രിസ്തുവിലെ വിശ്വാസം തന്നെ നീതീകരിക്കപ്പെടേണ്ടത് ക്രിസ്തുവിൽ വിശ്വസിച്ചു. ഒത്തിരി പറയുമ്പോൾ അതങ്ങോട്ട് മനസ്സിലാവുന്നതല്ലേ. ഞാൻ പറയാം. പോള് പറയുകയാണ്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുകയില്ല ഒരു ജഡം, അല്ലെ ആരും നീതീകരിക്കപ്പെടുകയില്ല എന്ന് മനസ്സിലായത് കൊണ്ട് യഹൂദന്മാരായ നാമും ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ന്യായപ്രമാണത്തിൽ രക്ഷയില്ല എന്ന് രക്ഷിക്കപ്പെട്ട യഹൂദന് മനസ്സിലായി. ഒന്നുകൂടെ പറയാം, ന്യായപ്രമാണത്താൽ രക്ഷയില്ല എന്ന് രക്ഷിക്കപ്പെട്ട യഹൂദന് മനസ്സിലായി. നമ്മളും അങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നോ അല്ലേ? നമ്മളും കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു, കുറെ വായിച്ചു പറഞ്ഞു ഒക്കെ പോയി. നമ്മളും എന്താ പറയുന്നേ, നമ്മളും അങ്ങനെ വായിച്ചും പറഞ്ഞും ഒക്കെ ഇരുന്ന് അല്ലെ സമയത്ത് നമ്മളും സ്വർഗ്ഗത്തിൽ പോകുന്നു, നമ്മളും ദൈവത്തിന്റെ മക്കളാണെന്നൊക്കെ വിശ്വസിച്ചിരുന്നു. പക്ഷെ നമ്മള് വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുകയേ ഉള്ളൂ എന്ന് മനസ്സിലായത് കൊണ്ടാണ് നമ്മളും ദൈവത്തിങ്കലേക്ക് വന്നു ഇപ്പോഴും നമ്മൾ പറയുവാനായിട്ട് കാരണം. വേറെ ഒന്നിനാലും രക്ഷയില്ല, വിശ്വാസത്താൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് വിശ്വാസമുള്ള രക്ഷയാണ് ദൈവത്തിങ്കിലേക്ക് വരുവാനായിട്ട് കാരണമായി തരുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണത്താൽ രക്ഷയില്ല എന്ന് രക്ഷിക്കപ്പെട്ട യഹൂദന് മനസ്സിലായി, രക്ഷിക്കപ്പെടാത്ത യഹൂദന് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. അങ്ങനെ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? അപ്പം ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അറിയാവുന്ന കാര്യമാണെങ്കിലും ഞാൻ പറഞ്ഞു വരുമ്പോൾ ചിലപ്പം തെറ്റിപ്പോകും. ഓക്കെ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുകയില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് പൗലോസ് പറയുകയാണ്, യഹൂദന്മാരായ നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ തന്നെയാണ് രക്ഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ നീതീകരിക്കപ്പെട്ടത്. ഈ വാക്യത്തിൽ നാം 3 പ്രാവശ്യം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. ഒന്നാമത്തത് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, രണ്ടാമത്തത് പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ്, മൂന്നാമത്തെ ഒരു യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റുമാണ്.
പറയാം. ജനറൽ സ്റ്റേറ്റ്മെന്റ്: ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുകയില്ല. അത് ജനറൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുകയില്ല. ഇനി പൗലോസ് തന്റെ അനുഭവം കൂടെ പറയുകയാണ്: നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുകയില്ല. എന്നെയും കൂടെ ഉൾപ്പെട്ട് നാമും. അതൊരു പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നുണ്ട്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. ആരും. അതൊരു യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഈ ഒരു വാക്യത്തിൽ 3 പ്രാവശ്യം പറയുകയാണ് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ജനറൽ ആയിട്ട് പറയുന്നു, അതുപോലെ തന്നെ തന്റെ അനുഭവമായിട്ട് പറയുന്നു, അതുപോലെ തന്നെ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അത്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടില്ല, അല്ലെ? ന്യായപ്രമാണം എന്താണ് പറയുന്നത്? അത് ചെയ്യുന്നവൻ അതിനാല് ജീവിക്കും, അല്ലെ? ന്യായപ്രമാണം ചെയ്യുന്നവൻ മാത്രം അത് ജീവിക്കും. പക്ഷെ ഒരു മനുഷ്യനും ന്യായപ്രമാണം മുഴുവനായി നിവർത്തിക്കുവാൻ കഴിയുകയില്ല. ന്യായപ്രമാണം ഒരുത്തൻ മുഴുവനായി നിവർത്തിച്ച് ഇല്ല എങ്കിൽ, ന്യായപ്രമാണം തിരുവെഴുത്ത് പറയുന്നത്, ന്യായപ്രമാണം ഒന്നിൽ തെറ്റിയാൽ മുഴുവനും തെറ്റി. അപ്പൊ 612 ആകെ ചെറുതും വലുതുമായ 613 കൽപ്പനകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ആരും എണ്ണിയിട്ടില്ലെങ്കിലും എങ്കിലും ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് 613 കൽപ്പനകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഒരാൾ 612 കൽപ്പനകളും പ്രമാണിച്ചു കഴിഞ്ഞാൽ 613ാമത്തെ കൽപ്പന പ്രമാണിച്ചില്ലെങ്കിൽ എല്ലാത്തിലും തെറ്റിപ്പോയി എന്നാണ് പറയുന്നത്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം: ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരാകുന്നു. അപ്പൊ ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും കുറ്റക്കാരനാകുന്നു. അപ്പൊ പിന്നെ അനുസരിച്ചുകൊണ്ട് പ്രയോജനമേ ഇല്ല, അല്ലെ? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. പിന്നെ എന്തിനാണ് ന്യായപ്രമാണം കൊടുത്തത്? ന്യായപ്രമാണം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒരു റിവിഷൻ ആയിട്ട് പറയാം. ന്യായപ്രമാണം എന്നത് ദൈവത്തിന്റെ ഗോൾഡൻ സ്റ്റാൻഡേർഡ് ആണ്. ദൈവത്തിന്റെ വിശുദ്ധിയെ, ദൈവത്തിന്റെ ഹോളിനെസ്സിനെ പ്രഖ്യാപിക്കുന്നതാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. അപ്പൊ പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ സകലരും പാപികളാണ് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. ന്യായപ്രമാണം പഠിക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുന്ന ദൈവം വിശുദ്ധനാണ് എന്നും പരിശുദ്ധനാണ് എന്നും പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ മുമ്പിൽ സകല മനുഷ്യരും പാപികളായിരിക്കുന്നു എന്നുമാണ് ന്യായപ്രമാണത്താൽ മനുഷ്യനെ ദൈവം പഠിപ്പിക്കുന്നത്, അല്ലെ? ന്യായപ്രമാണത്തിൽ പരിശുദ്ധാത്മാവ് മനുഷ്യനെ പഠിപ്പിക്കുന്നത്. അപ്പൊ ന്യായപ്രമാണം എല്ലാവരും, നമ്മള് റോമാലേഖനം 3-ാം അധ്യായം, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരാക്കി. എല്ലാവരും. അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അതിൽ ഒരു ജഡവും ദൈവത്തിൽ പ്രശംസിപ്പാൻ സംഗതിയില്ല. ഞാൻ വിശുദ്ധനാണ് എന്ന്. എല്ലാവരും പാപം ചെയ്ത്. എങ്ങനെ എല്ലാവരും പാപം ചെയ്ത്? ആദമ്യ പാപത്താൽ എല്ലാവരും പാപം ചെയ്തു. അതുകൊണ്ട് ഒരു മനുഷ്യനും, ആദമിൽ നിന്ന് ജനിച്ചിട്ടുള്ള ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ നീതിമാനാകില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ആ ന്യായപ്രമാണം പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും പാപികളാണ്, ആ വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ കൊള്ളരുതാത്തവരാണ്, പാപികളാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. ഇനി ന്യായപ്രമാണം പാപത്തെക്കുറിച്ച് ബോധം വരുത്തുകയാണ്. പാപികളാണെന്ന് പഠിപ്പിക്കുന്നു, പാപത്തെക്കുറിച്ച് ബോധം വരുത്തുകയാണ് ചെയ്യുന്നത്. റോമാലേഖനം 3:20. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്തിൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. പാപത്തെക്കുറിച്ച് ബോധം വരികയാണ് ചെയ്യുന്നത്. പൗലോസ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നത്, ന്യായപ്രമാണം പാപമെന്ന് ഒരു നാളും വരുതേ. അങ്ങനെ പറയുകയേ ചെയ്യരുത്. ന്യായപ്രമാണത്തിൽ അല്ലാതെ ഞാൻ പാപത്തെ അറിയുകയില്ലായിരുന്നു. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നു എങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. പാവമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയിൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. അങ്ങനെ ജീവനായുള്ള കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്. കാരണം ന്യായപ്രമാണം ഒരിക്കലും പാവമല്ല, അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ന്യായപ്രമാണം വിശുദ്ധം, നല്ലതും ന്യായവും സത്യവും തന്നെയെന്ന് ദൈവജനം പറയുന്നുണ്ടല്ലേ. പക്ഷെ പ്രശ്നം എന്താ? ന്യായപ്രമാണം അല്ല പ്രശ്നം, നമ്മളാണ് പ്രശ്നം. ന്യായപ്രമാണം അനുസരിക്കാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറയില്ലാതെ മോഹത്തെ അറിയില്ല. അതുകൊണ്ട് പ്രശ്നം ന്യായപ്രമാണത്തിനല്ല, നമുക്കാണ് പ്രശ്നം. ഇനി അടുത്തത്, പാപത്തിന് ശിക്ഷയുണ്ടെന്ന് മനസ്സിലാക്കുവാൻ
ന്യായപ്രമാണം മനുഷ്യനെ പഠിപ്പിക്കുന്നു അല്ലേ? അപ്പം ആ പാപത്തിന് ശിക്ഷയുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ പാപം ചെയ്യാതിരിപ്പാൻ മനുഷ്യനെ സഹായിക്കുന്നു അല്ലേ? ശിക്ഷയുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുകയില്ല. ശിക്ഷയില്ല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ചെയ്യും അല്ലേ? അപ്പൊ പിന്നെ ഈ എത്രയോ പേര് കുറ്റങ്ങൾ ചെയ്യുന്നല്ലേ? പക്ഷേ പിടിക്കപ്പെടുന്നവര് കുറച്ചേ ഉള്ളെങ്കിലും പക്ഷേ മറ്റുള്ളവരെ ആ പാപം മൂലം പിടിക്കപ്പെടുന്നതുകൊണ്ട് ആ ശിക്ഷയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് മറ്റുള്ളവരും പാപം ചെയ്യാനായിട്ട് ചെയ്യാതിരിക്കാനായിട്ട് ഇടയായിത്തീരും. അപ്പം പാപത്തിന് ഓരോ കാര്യങ്ങൾക്കും ന്യായപ്രമാണത്തിലെ പറഞ്ഞിരിക്കുന്ന ഓരോ കുറ്റത്തിനും അതിനതിൻ്റെതായ ശിക്ഷ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ശിക്ഷ അറിഞ്ഞുകൊണ്ട് അതിന് ശിക്ഷ കിട്ടുമെന്നുകൊണ്ട് ആരും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെയൊക്കെ ന്യായപ്രമാണത്തിൽ എഴുതി വച്ചിരിക്കുക. അല്ലാതെ ജനത്തെ ശിക്ഷിക്കാനല്ല. ഒരിക്കലും ദൈവം മനുഷ്യരെ ശിക്ഷിക്കാനായിട്ട് ആഗ്രഹിച്ചില്ല. ദൈവം സ്നേഹവാനായ ദൈവമാണ്, നിത്യനായ ദൈവമാണ്. ദൈവത്തിന് അന്നും ഇന്നും ഒരു മാറ്റവുമില്ല. ചിലർ പറയും ന്യായപ്രമാണത്തിൽ അല്ലെ പഴയ നിയമത്തിലെ ദൈവം ദുഷ്ടനെന്നും ക്രൂരനെന്നും ഒക്കെ പറയും. പുതിയ നിയമത്തിലെ ദൈവം സ്നേഹസമ്പൂർണനാണെന്നൊക്കെ പറയും. ഒരിക്കലുമല്ല. ദൈവം എന്നും ഒരാൾ തന്നെയാണ്. എന്നും ദൈവം സ്നേഹവാനായ ദൈവം തന്നെയാണ്. പക്ഷെ പാപം ചെയ്ത മനുഷ്യന് ദൈവസന്നിധിയിൽ നീതിമാനാകാൻ കഴിയുകയില്ല. അതുകൊണ്ട് മനുഷ്യൻ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം അങ്ങനെ കൊടുത്തത്. അല്ലാതെ ദൈവം മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടി അല്ല ന്യായപ്രമാണം കൊടുത്തത്, രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ന്യായപ്രമാണം കൊടുത്തത്. പക്ഷെ ഒരു മനുഷ്യനും ന്യായപ്രമാണത്താൽ രക്ഷ പ്രാപിപ്പാനായിട്ട് കഴിയുകയില്ല. ഇനി ആ ശിക്ഷയുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ ആ പാപം ചെയ്യാതിരിക്കാൻ ഇടയാകുന്നു. അല്ലെങ്കിൽ പാപം ചെയ്തു പോയാൽ തങ്ങൾക്ക് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ രക്ഷപ്പെടുവാൻ കഴിയുകയില്ലെന്നും തങ്ങൾക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട് എന്ന് ന്യായപ്രമാണത്താൽ മനസ്സിലാകുവാനായിട്ട് ഇടയായിത്തീരുന്നു. അപ്പം തങ്ങൾ പാപം ചെയ്താൽ തങ്ങൾക്ക് ശിക്ഷ കിട്ടും. പക്ഷെ ആ പാപം ചെയ്യാതിരിക്കാനാണ് ശിക്ഷ പറഞ്ഞു വെച്ചിരിക്കുന്നതെങ്കിലും പാപം ചെയ്താൽ തങ്ങൾക്ക് ശിക്ഷയുണ്ട്. പക്ഷേ തങ്ങളെ ഒരു രക്ഷകൻ വേണം. ആ ഒരു ചെറിയ യാഗങ്ങളൊക്കെ ആയിരുന്നു, കുറെ യാഗങ്ങളൊക്കെ ആയിരുന്നു അതിന് പരിഹാരമായി കൊടുത്തിരുന്നത്. പക്ഷെ അതൊന്നും ശാശ്വതമായ യാഗങ്ങളായിരുന്നില്ല. പക്ഷേ തങ്ങൾക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട് എന്ന ബോധം അവരിൽ ഉളവാക്കുവാനായിട്ട് കാരണം ആയിത്തീരുകയും ആ ന്യായപ്രമാണം ക്രിസ്തുവിങ്കലേക്ക് നടത്തുവാൻ ഒരു ശിശുപാലകനായി തീരുകയും ചെയ്തു അല്ലെ? അപ്പം നമ്മള് ഒരു ലാബിൽ പോയി നമ്മുടെ ബ്ലഡ് വർക്ക് ചെയ്തു, അല്ലെ നമ്മുടെ എക്സ്റേ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി ഒരു എക്സ്റേ എടുത്ത് നമുക്ക് രോഗമുണ്ട് പോയി കണ്ടു, നമുക്ക് രോഗമുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നാം ഈ ലാബ് വർക്കുകളൊന്നും നമ്മളെ രോഗസൗഖ്യം വരുത്തുന്നില്ല അല്ലേ? അത് നമ്മൾക്ക് ആ രോഗമുണ്ടെന്ന് മനസ്സിലാകുക. അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് എവിടെയാ പോകുന്നത്? ഒരു ഡോക്ടറെ അടുത്താ പോകണ്ടേ അല്ലേ? അതുപോലെ തന്നെ ഇവിടെ ന്യായപ്രമാണത്താൽ എനിക്ക് രോഗമുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ആ രോഗങ്ങൾ സൗഖ്യമാക്കുന്ന ഒരു ദൈവത്തെ, അല്ലെങ്കിൽ എൻ്റെ പാപത്തിന് സൗഖ്യം വരുത്തുന്ന, അല്ലെങ്കിൽ പാപത്തിന് മോചനം വരുത്തുന്ന ഒരു രക്ഷകനെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ വരുമ്പോൾ ന്യായപ്രമാണത്തിൽ അങ്ങനെ പറയുന്ന രീതിയിൽ യാഗങ്ങളും കർമ്മങ്ങളും പുരോഹിതന്മാരും ഒന്നും ഒരു മനുഷ്യൻ രക്ഷ വരുത്താതിരിക്കുമ്പോൾ സകലരുടെയും സകല മാനവരാശിയുടെയും രക്ഷയ്ക്കായി മശിഹ വരുമെന്ന് അറിഞ്ഞതുകൊണ്ട് ആ മശിഹയെ വിശ്വസിക്കാൻ കാരണമായി തീരുകയും ആ രക്ഷകളിലേക്ക് ന്യായപ്രമാണം മനുഷ്യനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗലാത്യ ലേഖനത്തിലെ പൗലോസ് അപ്പോസ്തലൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ. ഓക്കെ. വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരിക്കുന്ന വിശ്വാസനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴ് അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ വിശ്വാസാൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല അല്ലെ? വിശ്വാസം വന്ന് രക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ നമ്മുടെ ലാഭവർക്കിലൊന്നും ആശ്രയിക്കേണ്ട കാര്യമില്ല അല്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ വിശ്വാസത്താലാണ് രക്ഷ എന്ന് മനസ്സിലായപ്പോൾ ഇനി വഴിയിലേക്ക് പോകേണ്ട കാര്യമില്ല, നമുക്ക് ഓൾറെഡി രക്ഷകനെയും കിട്ടി. അപ്പൊ ന്യായപ്രമാണം എന്തുവാ പറയുന്നത്? ദൈവത്തിന്റെ ഗോൾഡൻ സ്റ്റാൻഡേർഡ് ആണ്. ദൈവം വിശുദ്ധൻ,
സകലരും പാപികൾ. അതുപോലെ തന്നെ ന്യായപ്രമാണം പാപത്തിന് ബോധം വരുത്തുന്നു. പാപം ചെയ്താൽ ശിക്ഷയുണ്ട്, അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കണം. പാപം ചെയ്താലോ ഈ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ രക്ഷിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട്. ആ രക്ഷകനിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ന്യായപ്രമാണം ചെയ്യുന്നത്. അപ്പം ഇവിടെ അപ്പൊ യേശു ക്രിസ്തുവിൽ പൗലോസ് പത്രോസിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, യേശുക്കളുടെ വിശ്വാസത്താലാണ് മനുഷ്യർ നീതീകരിക്കപ്പെടുന്നത്. അപ്പം രക്ഷയ്ക്ക് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, വിശ്വാസം മാത്രം. അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ ഇനി വീണ്ടും പോവാൻ കാര്യമില്ല. കാരണം നമ്മളെല്ലാരും ജാതികളിൽ നിന്നുള്ള പാപികളൊന്നും അല്ല, യഹൂദന്മാരിൽ നിന്നുള്ള പാപികൾ തന്നെയാണ്. പക്ഷെ യഹൂദന്മാരെയും യവനന്മാരെയും മറ്റുള്ളവരെയും എല്ലാവരെയും ദൈവം വിശ്വാസത്താലാണ് നീതീകരിക്കുക. ദൈവം വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ ജാതികളെയും നീതീകരിക്കുന്നു. അങ്ങനെ നീതീകരിക്കുന്നു എന്ന് അറിഞ്ഞിട്ടാണ് യഹൂദന്മാരായ നാമം വിശ്വാസത്താലെ മാത്രമേ രക്ഷ പ്രാപിപ്പാൻ കഴിയുള്ളൂ എന്ന് അറിഞ്ഞ് ക്രിസ്തുവിലെ വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞത്. അത് പൗലോസ് പറഞ്ഞു, നമ്മളും അങ്ങനെയാ വിശ്വസിച്ചത്, അതുകൊണ്ട് നീ ഇനി അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് റോമാലേഖനം കുറച്ച് വാക്യങ്ങളോടൊന്ന് വായിച്ചു പോകാം. റോമാലേഖനം 3:20 മുതലുള്ള വാക്യങ്ങൾ ഞാൻ ഒരു വാക്യം മുമ്പേ വായിച്ചതാണ്, എന്നാലും വായിക്കാം. ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടത് ക്രിസ്തുവിലൂടെയാണ്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലല്ല, ക്രിസ്തുവിലൂടെയാണ് ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടത്. 3:20 അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസമുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വരുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു. അവന്റെ കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്ര നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാക്കുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അറിയാവുന്ന കാര്യങ്ങൾ, ദൈവം തന്റെ പുറമേൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പാൻ, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്ന നീതീകരിക്കുന്നതും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. എന്തിനാ അങ്ങനെ ചെയ്തത്? ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം. എല്ലാവരും പാപികളാ അല്ലേ? പാപികൾക്കൊരു രക്ഷകനെ ആവശ്യമുണ്ട്. നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാനാണെങ്കിൽ നമ്മളെ കൊണ്ട് ഒക്കെയില്ല. കാരണം എല്ലാവരും പലതരത്തിലുള്ളവരാ അല്ലേ? പൈസ ഇല്ലാത്തവരുണ്ട്, ദരിദ്രന്മാരുണ്ട്, അല്ലെ സാധാരണക്കാരുണ്ട്. വലിയ ആൾക്കാർക്ക് വേണേൽ അത് അങ്ങനെ കൊടുത്ത് വാങ്ങിക്കാനായിരുന്നു. അല്ലെങ്കിൽ പ്രവൃത്തികൾ ഉണ്ടാണെങ്കിൽ വലിയ പ്രവൃത്തികളൊക്കെ ചെയ്ത് ചെയ്യായിരുന്നു. പക്ഷെ പ്രവൃത്തികൾ ചെയ്യാനില്ലാത്തവർ എന്ത് ചെയ്യും? അങ്ങനെ ഒക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരെയും രക്ഷിപ്പാൻ ഒരു മാർഗമേ ഉള്ളൂ, തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുക. അതുകൊണ്ട് ആർക്കും യഹൂദനൊന്നും ഇല്ല, യവനൊന്നും ഇല്ല, ദരിദ്രനൊന്നും ഇല്ല, സമ്പന്നനൊന്നും ഇല്ല. ആർക്കും ഒരു വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ. കാശ് കൊടുത്ത് വാങ്ങിക്കാനാണ് ചിലവർക്ക് മാത്രമേ വാങ്ങിക്കാനായിട്ട് കഴിയത്തുള്ളൂ. മറ്റു പ്രവൃത്തികളാണ് ചിലവർക്ക് മാത്രമേ വാങ്ങിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ വിശ്വാസത്താലാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. എല്ലാവർക്കും ഒരുപോലെ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്തത്. ദൈവം നീതിമാനായത് കൊണ്ടാ. കാരണം ചിലവർക്ക് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ ദൈവത്തിന്റെ നീതിയല്ല അവിടെ കാണുന്നത് അല്ലേ? ദൈവം ഒരിക്കലും നീതിമാനല്ല. പക്ഷെ ദൈവം തന്റെ നീതിയെ പ്രദർശിപ്പാനെ ക്രിസ്തു വിശ്വാസത്താൽ മാത്രം എന്ന് പറഞ്ഞ് ആ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും ദൈവം നീതീകരിക്കും. ദൈവത്തിന്റെ നീതിയാണ് അവിടെ കാണുന്നത്. കൊലോസ്യലേഖനത്തിൽ പറയുന്നത്, നമ്മൾ അതിക്രമങ്ങളൊക്കെയും ചട്ടങ്ങളാൽ നമ്മളുടെ അതിക്രമങ്ങളൊക്കെ മായിച്ച് നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു എന്ന് പറയുന്നത് അല്ലെ? കൊലോസ്യലേഖനം 2:13, 14, 15 വാക്യങ്ങൾ. കൊലോസ്യലേഖനം 2:13, 14, 15 വാക്യങ്ങൾ. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തു മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി മാറ്റി. അപ്പം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്.
അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ചത് എല്ലാം വിശ്വാസത്തിലാണ്. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു. നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു പ്രവൃത്തിയാലും, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വേറെ ഏതോ പ്രവൃത്തിയാലോ മനുഷ്യൻ ദൈവസന്നിധി നീതീകരിക്കപ്പെടുകയില്ല. അങ്ങനെയെങ്കിൽ പ്രവൃത്തി ചെയ്യുന്നവർക്ക് മാത്രമേ നീതീകരിക്കപ്പെടുവാനാകത്ത് സാധ്യമുള്ളൂ. ഇത് ദൈവം എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു. നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, വിശ്വസിക്കുക. എല്ലാവർക്കും ഒരുപോലെ വിശ്വാസത്താലാണ് രക്ഷ, അല്ലെ? അതുകൊണ്ടല്ലേ റോമാലേഖനം 5:1 പറയുന്നത്. 1ഉം 2ഉം നമുക്ക് കാണാതെ അറിയാവുന്ന വാക്യല്ല. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. വിശ്വാസത്താലാണ് നീതീകരണം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു, അല്ലെ? എല്ലാം വിശ്വാസത്താൽ മാത്രമാണ്. വിശ്വാസത്താലാണ്, ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തിങ്കലേക്ക് വരുവാനായിട്ട് കഴിയുകയുള്ളൂ. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധി നീതീകരിക്കപ്പെടും. അതാണ് യൂണിവേഴ്സൽ ട്രൂത്ത്. അവിടെ പൗലോസ് പത്രോസിന് പറഞ്ഞു കൊടുക്കുകയാണ്, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, അല്ലെ? ദൈവത്തെ അന്വേഷിക്കുന്നില്ല, ആരുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശം ഇല്ലാത്തവരായി തീർന്നു. പക്ഷെ ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരെ തീർന്നു. ഏകന്റെ അനുസരണക്കാർക്ക് എല്ലാവർക്കും ശിക്ഷാവിധി വന്നപോലെ ഏകന്റെ അനുസരണത്താൽ എല്ലാവർക്കും ജീവകാരണമായ രക്ഷയും ദൈവം വെച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ പാപം ചെയ്തതിനാൽ സകലരും പാപികളായി തീർന്നു. പക്ഷെ ഒരു മനുഷ്യന്റെ അനുസരണത്താൽ എല്ലാവരും നീതിമാന്മാരായി തീരും. റോമാലേഖനം അങ്ങനെയല്ലേ പറയുന്നത്? റോമാലേഖനം 5:12 മുതലുള്ള വാക്യങ്ങൾ അത് വായിച്ചിട്ട് നമുക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. 2-3-4 മിനിറ്റും കൂടെ. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പക്ഷെ മനസ്സ് ഇരുത്തി ഒന്ന് വായിച്ചു നോക്കിയേ. എത്ര വലിയ സുവിശേഷ സത്യമാ പൗലോസ് ദൈവത്തിന്റെ ആത്മാവിനാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. റോമാലേഖനം 5:12. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും വന്നിരിക്കുന്നു. ഇപ്പൊ ഒരാൾ പറയാ ഞാൻ കൊല ചെയ്തു, മറ്റുള്ളവർ പറയാം ഞാൻ കൊല ചെയ്തില്ല, അവൻ ഭാവിയ, ഞാൻ കൊല ചെയ്തില്ല, ഞാൻ മോഷ്ടിച്ചില്ല, ഞാൻ ഒന്നും ചെയ്തില്ല. അങ്ങനെയൊന്നും ആർക്കും പറയാനൊക്കത്തില്ല. എന്തുകൊണ്ടാ അങ്ങനെ പറയാനൊക്കെ? ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യൽ മരണം സകല മനുഷ്യരും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു, എങ്കിലും ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും ആദം മുതൽ മോശ വരെ മരണം വാണിരുന്നു. അപ്പൊ ഞാൻ പാപം ചെയ്തില്ലെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. പാപം ചെയ്യാത്തവരിലും ഏകന്റെ ആ പാപത്താൽ മരണം എല്ലാവരിലും വാണിരുന്നു. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒന്നും ഒരുപോലെയല്ല. എന്താ? ഏകന്റെ ലംഘനത്തിൽ അനേകർ മരിച്ചു, എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. അപ്പം ഏകന്റെ ലംഘനത്തിൽ അനേകർ മരിച്ചു, എങ്കിൽ ദൈവകൃപ, എല്ലാവർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചപ്പോൾ ആ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും കവിഞ്ഞിരിക്കുന്നു. 16ാമത്തെ വാക്യം. ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യം ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്കും കാരണമായി തീർന്നു. ന്യായപ്രമാണം എന്തുവാ പറഞ്ഞ? ഒരു പാപം ചെയ്താൽ യാഗം കഴിക്കുക, അല്ലേ? അടുത്ത പാപം ചെയ്താൽ അടുത്ത യാഗം കഴിക്കണം. 2 പാപം ചെയ്താൽ 2 യാഗം കഴിക്കണം. അങ്ങനെ ജീവിതകാലം മുഴുവൻ യാഗം കഴിച്ചുകൊണ്ടേയിരിക്കും. യാഗം കഴിച്ചുകൊള്ളാത്ത അവസ്ഥയില്ല. കാരണം മനുഷ്യൻ തെറ്റേ ചെയ്യത്തുള്ളൂ. അങ്ങനെ ആവുമ്പോൾ എത്ര പാപം ചെയ്ത് എത്ര യാഗങ്ങൾ കഴിക്കണം? ഇവിടെ പറയാം, കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. നമ്മൾ ജീവിതകാലം മുഴുവൻ ദൈവത്തെ അറിയുന്നത് വരെ, ദൈവത്തിൽ വിശ്വസിക്കുന്നത് വരെയുള്ള എല്ലാ പാപങ്ങളും കർത്താവെ ഒന്ന് ക്ഷമിക്കണേന്ന് പറഞ്ഞപ്പോ ഒറ്റ
വാക്കിനാൽ സകല പാപങ്ങളും മോചിച്ചു. അല്ലേ? നമ്മൾ എത്ര യാഗം കഴിക്കണമായിരുന്നെങ്കിൽ അല്ലേ? അങ്ങനെയല്ല. ദൈവം ഒറ്റ വാക്കിനാൽ, വിശ്വാസത്താൽ നാം ദൈവമേ പാപം ചെയ്തു, തെറ്റ് ചെയ്തു, ക്ഷമിക്കണേ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിനാൽ നമ്മുടെ എല്ലാ പാപങ്ങളെയും, നമ്മൾ ജനിച്ചത് മുതൽ നമ്മൾ വിശ്വാസത്തിൽ വരുന്നത് വരെയുള്ള ആ ദിവസം വരെയുള്ള എല്ലാ പാപങ്ങളെയും ഒറ്റ വാക്കിനാലാ ദൈവം ശ്രമിച്ചത്. അല്ലേ? കൃപാപരവും അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഏകന്റെ ലംഘനത്താൽ മരണമായി ഏകൻ നിമിത്തം കാണൂ എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായ ജീവൻ വാഴും. കാരണം മരണമായിരുന്നു നമുക്ക് വിധിച്ചിരുന്നത്. പാപം ചെയ്തതിന്റെ ഫലം മരണം. ഇപ്പൊ എന്തുവാ? ജീവന്, നിത്യജീവനെ നമുക്ക് അവകാശമായി തന്നിരിക്കുക. നാം ആ നിത്യമരണത്തിന്റെ കീഴിലാകേണ്ടവരായിരുന്നു. അവിടെ നിന്ന് നിത്യജീവനെ ഒറ്റ വാക്കിനാൽ, ദൈവമേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിനാൽ ദൈവം നമുക്ക് നമ്മള് ആത്മാർത്ഥമായി ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പാപങ്ങളെയും നമ്മുടെ നിത്യമരണത്തെ തന്നെ ദൈവം ഒഴിവാക്കി തന്നു. നമുക്ക് ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട വന്നില്ല. നമുക്ക് യാഗം കഴിക്കേണ്ട വന്നില്ല. നമുക്ക് വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല. നമ്മൾ അവിടെ ഉള്ളിൽ ഒറ്റ വാക്ക് പറഞ്ഞപ്പോഴേ ദൈവം നമ്മുടെ എല്ലാ പാപങ്ങളെയും ക്ഷമിച്ചു. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. 19ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം. ഏക മനുഷ്യന്റെ അനുസരണക്കേട് അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. നീതിമാന്മാരായി തീർന്നു എന്നല്ല പറയുന്നത്, ദൈവം അവിടെ എഴുതി വെച്ചേക്ക നീതിമാന്മാരായി തീരും. നമ്മൾ നീതിമാന്മാരായി തീർന്നു. ഇനിയുമുള്ള ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് വരെ ഇനി ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും നീതിമാന്മാരായിട്ട് അനേകർ, എണ്ണിക്കൂടാത്ത ഒരു ജനം, കോടാനുകോടി ജനം, അല്ലെ? എണ്ണിക്കൂടാത്ത ഒരു പുരുഷാരത്തെ കണ്ടെന്ന് പറഞ്ഞതുപോലെ, പുതിയ യെരൂശലേമിൽ കണ്ടെന്ന് പറഞ്ഞാൽ എണ്ണിക്കൂടാത്ത ഒരു സംഘം, ഒരു ജനസമൂഹം ദൈവത്തെ വിശ്വസിക്കാനായിട്ട് ഇടയായി തന്നെ ഏക മനുഷ്യന്റെ അനുസരണക്കേടിലാണ് സകല മനുഷ്യൻ പാപികളായി തീർന്നെങ്കിൽ ആ ഏകന്റെ അനുസരണത്താൽ, ക്രൂശില മരണത്തോളം അനുസരണം കാണിച്ച പുത്രന്റെ അനുസരണത്താൽ സകല മനുഷ്യരും നീതിമാന്മാരായി തീർന്നു. എന്തുകൊണ്ട്? അതൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. ദൈവം നമുക്ക് വേണ്ടി സകലവും ചെയ്തു. നാം വിശ്വസിക്കുക മാത്രം ചെയ്ത വിശ്വാസത്താൽ മാത്രമേ രക്ഷയുള്ളൂ. സങ്കീർത്തനങ്ങൾ 143:2 ഇങ്ങനെയാ പറയുന്നത്, ജീവനുള്ളവൻ ആരും ദൈവസന്നിധിയിൽ നീതിമാനാകില്ലോ. ജീവനുള്ളവർ ആർക്കും ദൈവസന്നിധിയിൽ നീതിമാനാകുവാനായിട്ട് കഴിയുകയില്ല. ഓ യഹൂദനെന്നില്ല, യവനെന്നില്ല, ആരും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നീതിമാന്മാർ ആകെയില്ല എന്ന് പറയുന്നുണ്ട്. അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ മാത്രം രക്ഷിക്കപ്പെടും. അതിന് യാഗങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല, അവിടെ ഇവിടെയും പോയി ഉരുളേണ്ട കാര്യമില്ല, ഒന്നും ചെയ്യണം. നമ്മുടെ ശരീരത്തിന് പരിക്കേൽപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. വിശ്വാസത്താൽ മാത്രമേ ഉള്ളൂ രക്ഷ. എന്തുവാ റോമാലേഖനം പറയുന്നു? യേശുവിനെ 10-ാം അധ്യായം നമുക്കറിയാവുന്നതാണ്. യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കുകയും കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിക്കുകയും ചെയ്തു എന്ന് നമുക്ക് ദൈവം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യും. അവന് വിശ്വസിക്കുന്ന ഒരുത്തൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അവസാനം പറയുന്നുണ്ട്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അപ്പം പൗലോസ് പത്രോസിനോട് പറയാം, നമ്മളും യഹൂദന്മാരാ, നമ്മൾ പാപികളിൽ നിന്ന് ഉള്ള ജാതികളിൽ നിന്നുള്ള പാപികളൊന്നും അല്ല. നാമും എങ്ങനെയാ, നമുക്കും വിശുദ്ധമായിരുന്നതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആ വിശുദ്ധമായതിൽ കൂടെ ഒന്നും അല്ല, അല്ലെ ന്യായപ്രമാണത്തിൽ കൂടെ ഒന്നും അല്ല രക്ഷയിലേക്ക് വന്നത്. ക്രിസ്തുവുള്ള വിശ്വാസത്താലാണ്. രക്ഷയ്ക്ക് വേറെ വഴിയില്ല എന്ന് യഹൂദന്മാരായ നമ്മളും അറിഞ്ഞതുകൊണ്ടാണ് ക്രിസ്തുവുള്ള വിശ്വാസത്താൽ നാമും നീതീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയുള്ള ഒരു ജഡവും ദൈവത്തിൽ നീതീകരിക്കപ്പെടുകയില്ല. പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. അതുകൊണ്ട് നാമും അങ്ങനെ തന്നെയാണ് രക്ഷിക്കപ്പെട്ടത് എന്നാണ് പൗലോസ് പറയുന്നത്. നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം.
16-ാമത്തെ വാക്യം. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളെ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജനവും നാമും നമ്മളുടെ ഒരു പ്രവൃത്തികളാലും അല്ല നീതീകരിക്കപ്പെട്ട, ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ദൈവം നമ്മെ നീതീകരിച്ച. ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ കരുണയാൽ, ദൈവത്തിന്റെ കൃപയാൽ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നമ്മെ ദൈവം ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ചു. കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം പാപികളായിരുന്ന നമ്മയും വീണ്ടെടുക്കുവാൻ ദൈവത്തിന് കൃപ തോന്നി. അത് ദൈവത്തിന്റെ കൃപയും കരുണയും ദൈവത്തിന്റെ നിത്യസ്നേഹവും മാത്രം. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ ഈ വാക്കുകളൊക്കെ എപ്പോഴും വായിക്കുന്നവരെല്ലാം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ രക്ഷയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അന്ന് നമുക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ നാം ആ ദൈവത്തിന്റെ ആ മഹാകരുണയെ ഓർക്കുമ്പോൾ മാത്രം സ്തുതിച്ചാൽ മതിയാവും അല്ലേ. നമ്മ ദൈവം രക്ഷിച്ചു തോർത്താൽ നമ്മെയും തേടി ദൈവം വന്നു അല്ലേ. നമ്മെ ഓരോരുത്തരെയും തേടി വന്നു. എല്ലാ ലോകത്തിലെ മുഴുവൻ എവിടെയും രക്ഷയ്ക്കായി ദൈവം വന്നു എങ്കിൽ നമ്മെ ഓരോരുത്തരെയും തേടി പേഴ്സണലായിട്ട് ദൈവം നമ്മളുടെ അടുക്കിലേക്ക് വന്ന് കരുണയോട് സ്തോത്രം ചെയ്യാം.